കായംകുളം സ്വദേശിനിയായ നവവധുവിനെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെന്നും യുവതിയുടെ ബന്ധുക്കൾ. ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുമ്പോഴും യുവതിയുടെ ബന്ധുക്കൾ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന നിലപാടിലാണ്. ആലപ്പുഴ ലജനത്ത് വാർഡിൽ പനയ്ക്കൽ പുരയിടത്തിൽ മുനീറിന്റെ ഭാര്യ കായംകുളം സ്വദേശിനി ആസിയയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. മകൾ ഒരിക്കലും ജീവനൊടുക്കാൻ ഇടയില്ലെന്ന് ആസിയയുടെ മാതാവ് പറയുന്നു. കായംകുളം സ്വദേശിനിയായ നവവധുവിനെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുമ്പോഴും യുവതിയുടെ ബന്ധുക്കൾ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന നിലപാടിലാണ്. ആലപ്പുഴ ലജനത്ത് വാർഡിൽ പനയ്ക്കൽ പുരയിടത്തിൽ മുനീറിന്റെ ഭാര്യയായ കായംകുളം സ്വദേശിനി ആസിയയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. സംഭവത്തിൽ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെന്നും ബന്ധുക്കൾ അറിയിച്ചു. മകൾ ഒരിക്കലും ജീവനൊടുക്കാൻ ഇടയില്ലെന്ന് ആസിയയുടെ മാതാവ് പറയുന്നു. ഇല്ല, കാരണം അവൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അവളെ വാപ്പ മരിച്ചപ്പോൾ തന്നെ ചെയ്യണ്ടായിരുന്നോ? നീ 4 മാസം കൊണ്ട് അവളെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. പിന്നെ ജോലി കിട്ടിയത് മൂവാറ്റുപുഴയാണ്. ജോലി കിട്ടി പോയി 3 ദിവസത്തേക്ക് അവള് ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം ലീവ് എടുത്ത് വന്നതാണ്. അല്ല, അവരുടെ യാതൊരു പ്രശ്നവുമില്ല. 4 മാസം കൊണ്ട് ഒരു പ്രശ്നമില്ല. ഉള്ള സത്യം ഞാൻ പറയുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ. അവർക്ക് 3 പേർക്ക് അറിയാം. തള്ളയ്ക്കും മോനിക്കും പിന്നെ മരിച്ച എൻ്റെ മോൾ ആസിയ മോക്കും അറിയത്തുള്ളൂ എന്താ സംഭവിച്ചതെന്ന്. അവൾ ഇഷ്ടപ്പെട്ട ചെറുക്കൻ അവൾ ഇഷ്ടപ്പെട്ട പോലെ കല്യാണം നടത്തി കൊടുത്തു. 5 ദിവസത്തെ കല്യാണം വേണമെന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ കല്യാണം നടത്തി. കാറ് വേണമെന്ന് പറയും, കാറ് വാങ്ങിക്കൊടുത്തു. സ്വർണം കൊടുത്തു, പൈസ കൊടുത്തു. അന്ന് സ്ത്രീധനമൊന്നും അവർ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ഞാനായിട്ട് അവിടെ വാപ്പ പറഞ്ഞ തുക അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പിന്നെ അവൾ അങ്ങനെ എന്തിനങ്ങനെ ചെയ്യണം? അവൾക്ക് ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടിയപ്പോഴത്തേക്ക് ഒരു ചെറിയ മാനസിക ടെൻഷൻ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. അവൾ അവിടെയും ഇവൻ ഇവിടെ. അവൾ ഹോസ്റ്റലില്ല അവിടെ. ഈ മോൻ ആലപ്പുഴയിലും അവൾ മൂവാറ്റുപുഴയിലും അല്ലേ. ആ ഒരു മാനസിക ടെൻഷൻ കാണും. ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നായിരിക്കും, എനിക്കറിയത്തില്ല. ജോലിക്ക് കയറി 1 മാസം കഴിഞ്ഞപ്പോഴാണ് വാപ്പാക്ക് വയ്യാതെ വന്നത്. അവളായിരുന്നു വാപ്പായെ നോക്കിയത് RCCയിൽ. അവളെ ഉള്ളായിരുന്നു. വാപ്പ മരിക്കുമ്പോഴൊക്കെ അവളായിരുന്നു അടുത്ത്. എല്ലാം വാപ്പായെ നോക്കിയതൊക്കെ അവളാണ്. വാപ്പാടെ പൊന്നുമോളായിരുന്നു. അതൊക്കെ 7 മക്കളില്ലാതെ കിട്ടിയ മോളായിരുന്നു അവൾ. അത് അവൾക്കും അറിയാം, മുനീറും മോനും അറിയാം. അവിടെ അമ്മായിയമ്മയ്ക്കും അറിയാം. അവർ 2 പേരേ ഉള്ളായിരുന്നു അവിടെ. അനിയൻ പയ്യൻ ഗൾഫിലാണ്, തന്ത കടയിലുമാണ്. ബ്യൂട്ടി പാർലറാണ് തന്തയ്ക്ക്. അനിയൻ ഗൾഫിലുമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവർ പറയുന്നത് ഞങ്ങളില്ലായിരുന്നു, അവരുടെ വല്യമ്മക്ക് സുഖമില്ല, മറിഞ്ഞു വീണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണെന്നാണ് തള്ളാവും തന്തയും പറയുന്നത്. മുനീറും ഇല്ലായിരുന്നു അവിടെ, അവൾ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. പ്രാഥമിക അന്വേഷണത്തിൽ കുടുംബ പ്രശ്നങ്ങളില്ലെന്നും പിതാവ് മരിച്ചതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയതാണെന്നും അന്വേഷണ സംഘം മുൻപ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയോടെയാണ് അസിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 മാസം മുൻപാണ് അസിയയുടെയും മുനീറിന്റെയും പ്രണയവിവാഹം നടന്നത്. മൂവാറ്റുപുഴയിൽ ഡെന്റൽ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന ആസിയ ആഴ്ചയിൽ ഒരിക്കലാണ് ഭർത്താവിന്റെ വീട്ടിലെത്തിയിരുന്നത്. CDNet ന്യൂസ്, കായംകുളം.